അങ്ങനെ നമുക്ക് പറഞ്ഞു നിർത്തിയെടുത്തുന്ന കഥ തുടങ്ങാം. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടീൻ്റെ അണ്ടറിലാണ് കേസ് കൊടുത്തത് എന്നെങ്കിലും നാനി പൽഖിവാല ആർട്ടിക്കിൾ 29 കൂടെ കേസ് കൊടുക്കാൻ പറഞ്ഞു. എന്താണ് ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 31? ആർട്ടിക്കിൾ 31 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളതും ആർട്ടിക്കിൾ 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ്, അവരുടെ ലാംഗ്വേജ് കൾച്ചർ ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നാനി പൽഖിവാല പറഞ്ഞു ആർട്ടിക്കിൾ 29 കൂടെ വെച്ചിട്ട് വേണം നമ്മൾ കേസ് കൊടുക്കാൻ, കാരണം നമ്മുടെ റിലീജിയസ് ബിലീഫിനെയും കൂടെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലേക്ക് പോകുന്ന റിറ്റാണ്. അപ്പോൾ അങ്ങനെ ആർട്ടിക്കിൾ 32 ഒരു റിറ്റ് ഫയൽ ചെയ്യാണ് ചെയ്തത്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഈ കേസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ കേസും കൂടെ വെച്ചിട്ടാണ് ഈ കേശവാനന്ദ ഭാരതീൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നത്. ഗോലക്നാഥ് പോലെയുള്ള കേസുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം കോർട്ട് റൂൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഇൻഫ്രിഡ്ജ് ചെയ്യാനോ വയലേറ്റ് ചെയ്യാനോ പറ്റില്ല എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കേസിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 13 പ്രകാരം ലോ എന്ന് പറയുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ് എന്നും ആർട്ടിക്കിൾ 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നുമാണ് ഈ ഗോലക്നാഥിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് 3 അമെൻമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. 24, 25, 29 എന്ന് പറഞ്ഞാൽ 3 അമെൻമെൻറ്റ്സ് ആയിരുന്നു അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24th അമെൻമെൻറ്റിൽ അവരെന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു പാർട്ട് വേണമെങ്കിലും അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 24th അമെൻമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. 25th അമെൻമെൻറ്റിൽ അവർ 31C എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ ആർട്ടിക്കിളിൽ എന്താ പറയണമെന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അമൗണ്ട് എന്നാക്കണം എന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരാളുടെ പ്രോപ്പർട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ കോമ്പൻസേഷൻ എന്നുള്ള വാക്ക് മാറ്റി അവിടെ ഒരു സർട്ടൻ എമൗണ്ട് കൊടുത്താൽ മതി, ആ എമൗണ്ട് എന്നുള്ള വാക്കാക്കണം എന്നാണ് ഈ 25th അമെൻമെൻറ്റിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് 3 അപ്ലോഡ് ചെയ്യും.